നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. ഓണവിപണിയിൽ താരമായി കൃഷിവകുപ്പിന്റെ കർഷക ചന്തകൾ. കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ചത് 2510 മെട്രിക് ടൺ പച്ചക്കറികൾ. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 മുതൽ 4 വരെ സംസ്ഥാനത്തുടനീളം 2000 വിപണന കേന്ദ്രങ്ങൾ വഴിയാണ് ആകെ 3446 മെട്രിക് ടൺ പച്ചക്കറികൾ സംഭരിച്ചത്. ഇതിൽ 2510 മെട്രിക് ടൺ സംഭരിച്ചത് നേരിട്ട് കർഷകരിൽ നിന്നാണ്. സംഭരണ തുകയായ 10.05 കോടി രൂപയിൽ ഭൂരിഭാഗവും കർഷകർക്ക് ഇതിനോടകം വിതരണം ചെയ്തിട്ടുണ്ട്. ഓണവിപണിയിലെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയാനും കർഷകർ ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പുവരുത്താനും ഉദ്ദേശിച്ച് നടപ്പിലാക്കുന്ന കർഷക ചന്തകളിലൂടെ ഓണക്കാലത്ത് പരമാവധി സുരക്ഷിത ഭക്ഷണം പൊതുജനത്തിന് ഉറപ്പുവരുത്തുന്നതിനാണ് കൃഷിവകുപ്പ് ലക്ഷ്യം വച്ചത്. ഇത്തവണ സംസ്ഥാനത്തെ കർഷക ചന്തകളിലൂടെ ആകെ സംഭരിച്ചത് 1533.14 ലക്ഷം രൂപ മൂല്യമുള്ള 3446 മെട്രിക് ടൺ പഴം, പച്ചക്കറികൾ എന്നിവയാണ്. ഇതിൽ 1840 മെട്രിക് ടൺ കൃഷിഭവനുകൾ സംഘടിപ്പിച്ച കർഷക ചന്തകൾ മുഖേനയും 1352 ടൺ ഹോർട്ടികോർപ്പ് മുഖേനയും 254 മെട്രിക് ടൺ VFPCK മുഖേനയും സംഭരിച്ചു. 254 മെട്രിക് ടൺ VFPCK മുഖേനയും സംഭരിച്ചു. ഈ ഓണം കേരള ഗ്രോയ്ക്കൊപ്പം എന്ന ആശയം അവതരിപ്പിച്ച ഈ വർഷത്തെ കർഷക ചന്തകളിലൂടെ 18.5 ലക്ഷം രൂപയുടെ കേരള ഗ്രോ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കാൻ കഴിഞ്ഞു. കൃഷിഭവനുകൾ കേന്ദ്രീകരിച്ച് 1076 വിപണികളും ഹോർട്ടികോർപ്പിന്റെ 764 വിപണികളും VFPCK നടപ്പിലാക്കുന്ന 160 വിപണികളും ഉൾപ്പെടെ ആകെ 2000 കർഷക ചന്തകളാണ് ഈ വർഷം കൃഷിവകുപ്പ് ഒരുക്കിയത്. പൊതുവിപണിയിലെ വിലയുടെ 10% അധികം വില നൽകി കർഷകരിൽ നിന്നും സംഭരിച്ച പഴം, പച്ചക്കറികൾ വിപണി വിലയേക്കാൾ 30% വരെ വില കുറച്ചാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയത്. നേമം ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം 2025-26 അന്തിയൂർക്കോണം ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. MLA അഡ്വക്കേറ്റ് IB സതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA അഡ്വക്കേറ്റ് M വിൻസെന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK പ്രീജ, ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർപേഴ്സൺ മണി വിശ്വനാഥ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സിന്ധു R പദ്ധതി വിശദീകരണം നടത്തി. നേമം ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ ബിന്ദു BN കൃതജ്ഞത അർപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് അന്നേ ദിവസം രാവിലെ നേമം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് കന്നുകാലി പ്രദർശനവും സംഘടിപ്പിക്കുകയുണ്ടായി. ജന്തുജന്യ രോഗങ്ങളിൽ ഏറ്റവും മാരകവും ചികിത്സയില്ലാത്തതും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയാൽ മരണം സുനിശ്ചിതവുമായ രോഗമാണ് പേവിഷബാധ. കേരളത്തിൽ പ്രധാനമായും രോഗം ബാധിച്ച നായകളുടെയും പൂച്ചകളുടെയും കടിയിലൂടെയാണ് പേവിഷബാധ പകരുന്നത്. വീട്ടിൽ വളർത്തുന്ന അരുമ മൃഗങ്ങളെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കുന്നതിലൂടെ ഈ മാരക രോഗത്തിൽ നിന്നും അവയെ രക്ഷപ്പെടുത്തുന്നതിനോടൊപ്പം നമ്മുടെ ജീവന് സുരക്ഷയും ജീവിതത്തിന് ആനന്ദവും ലഭിക്കുവാൻ സാധിക്കും. കാട്ടാക്കട പഞ്ചായത്തിലെ മുഴുവൻ വളർത്തുനായ്ക്കളെയും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നതിനും ലൈസൻസ് എടുക്കുന്നതിനും ആവശ്യമായ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി സെപ്റ്റംബർ 10 മുതൽ 25 വരെ നിശ്ചിത കേന്ദ്രങ്ങളിൽ വെച്ച് വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു. പ്രസ്തുത ക്യാമ്പുകളിൽ വെച്ച് നായ്ക്കൾക്ക് സൗജന്യ നിരക്കിൽ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നു. നായ ഒന്നിന് വാക്സിനേഷൻ ചാർജായി 55 രൂപ വീതം നൽകേണ്ടതാണെന്ന് കാട്ടാക്കട സീനിയർ വെറ്ററിനറി സർജൻ അറിയിച്ചു. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോസസിംഗ് ഡിവിഷനിൽ ഓഫീസ് ട്രെയിനികളെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. അപേക്ഷകർ 60% മാർക്കോടെ കെമിസ്ട്രിയിലോ കോമേഴ്സിലോ ബിരുദമോ ബിരുദാനന്തര ബിരുദമുള്ളവരോ MS ഓഫീസ് കൈകാര്യം ചെയ്യുന്നതിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരും ആയിരിക്കണം. അപേക്ഷകർക്ക് 2025 സെപ്റ്റംബർ 1 26 വയസ്സ് കവിയരുത്. താൽപര്യമുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം 2025 സെപ്റ്റംബർ 16 രാവിലെ 10 മണിക്ക് കോട്ടയത്ത് പുതുപ്പള്ളിയിലുള്ള ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ പ്രോസസിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ജോയിന്റ് ഡയറക്ടർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.rubberboard.gov.in സന്ദർശിക്കുക. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.